PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഭൂരൂപ രൂപീകരണ പ്രക്രിയകളുടെ 4ാം ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ന് 2 ജിയോമോർഫിക് ഏജന്റും അതിൻ്റെ ഇറോഷണൽ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസും ആണ് നോക്കുന്നത്. ഈ 2 എണ്ണത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലവും 2 ഹിമാനി ഗ്ലേസിയറുമാണ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഇറോഷണൽ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഭൂഗർഭജലം, ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ തന്നെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് നോക്കാം. ജലത്തെ കടത്തിവിടാൻ ശേഷിയുള്ള നേരിയ സ്ഥലങ്ങളോ പൊട്ടലോടുകൂടി ആയ ശിലകളിലെ ഉപരിജലം സുഗമമായി ഊർന്നിറങ്ങുന്നു. ലംബദിശയിൽ താഴ്ന്നിറങ്ങുന്ന ജലം ഭൂഗർഭത്തിൽ ശിലാതൽപ്പത്തിലൂടെയോ ശിലാസന്ധികളിലൂടെയോ അല്ലെങ്കിൽ ശിലാപദാർത്ഥങ്ങളിലൂടെയോ തിരശ്ചീനമായി ഒഴുകുന്നു. അപ്പോൾ ഇതുമാതിരി ജലത്തെ കടത്തിവിടാൻ ശേഷിയുള്ള നേരിയ സ്ഥലങ്ങളോ പൊട്ടലോ ഉള്ള ശിലകൾ, ഏതെങ്കിലും ഒരു ശിലകൾ ഉണ്ടാവും, അതിലെന്ത് ചെയ്യും? ജലം കടത്തിവിടുന്നുണ്ട്. ഈ ജലം താഴേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ താഴേക്കും വശത്തേക്കും ഉണ്ടാകുന്ന ജലത്തിന്റെ ചലനമാണ് ശില അപരദനത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ഊർന്നു പോകുമ്പോൾ അവ എന്തുണ്ടാക്കുന്നുണ്ട്? അവ ശില അപരദനത്തിന് കാരണമാകുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ പോകുന്നതാണ് ശിലാപരദനത്തിന് കാരണമാകുന്നത്. ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് മേഖലയിൽ ഭൂഗർഭജലത്തിന്റെ പ്രവർത്തന ഫലമായി ലയന പ്രക്രിയയിലൂടെയും നിക്ഷേപ പ്രക്രിയയിലൂടെയും സവിശേഷ ഭൂരൂപങ്ങൾ ദൃശ്യമാകുന്ന മേഖലകളെ എന്തെന്ന് പറയുന്നുണ്ട്? കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നു. ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ വിളിക്കുന്നത്, കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിയാറ്റിക് കടൽ തീരത്തിന് സമീപം ബാൽക്കൻസിലെ കാസ്റ്റ് മേഖലയിലെ ചുണ്ണാമ്പ് കല്ലിൽ രൂപപ്പെട്ടിട്ടുള്ള മാതൃകാ ഭൂരൂപങ്ങളിൽ നിന്നാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന പേര് ഇതിന് ലഭിച്ചിട്ടുള്ളത്. കാസ്റ്റ് ടോപ്പോഗ്രഫിയും അപരദന നിക്ഷേപ രൂപങ്ങളാൽ സവിശേഷമാണ്. അപ്പോൾ കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂഗർഭജലത്തിലൂടെ എന്താ നിക്ഷേപവും ഉണ്ടാവാം, അപരദനവും ഉണ്ടാവാം. അങ്ങനെ ആ കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ തന്നെ ആദ്യമായിട്ടും അപരദന ഭൂരൂപങ്ങൾ, ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പൂൾസ് ആണ്, സിങ്ക് ഹോൾസ് ആണ്, ലാപ്പീസ് ഉണ്ട്, ചുണ്ണാമ്പ് പ്രതലങ്ങളുണ്ട്, ലൈംസ്റ്റോൺ പേയ്മെന്റ്സും ഉണ്ട്. ഈ ഓരോന്നിലും ഇപ്പൊ സിങ്ക് ഹോളിൽ തന്നെ ചില സെപ്പറേറ്റ് ഡിവിഷൻസ് ഒരു 2 പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും ലാപ്പീസിലും ലൈംസ്റ്റോൺ പേയ്മെന്റ്സിലും അങ്ങനെയില്ല. അപ്പോൾ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്വാലോ ഹോൾസ് ആണ്. ഏതാ? സ്വാലോ ഹോൾസ്. ലയന പ്രക്രിയയിലൂടെ ചുണ്ണാമ്പ് കല്ല് ശിലാപ്രതലങ്ങളിൽ സ്വാലോ ഹോൾ അഥവാ കുരുവി കുഴികൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറുതോ ഇടത്തരം വലിപ്പമുള്ളതോ ആയ വൃത്താകാരത്തിലുള്ള വൃത്താകൃതിയിലുമാവാം അർദ്ധവൃത്താകൃതിയിലുമുള്ള കുഴികൾ ഉണ്ടാകുന്നുണ്ട്. ഈ കുഴികളെയാണ് എന്തെന്ന് പറയുന്നത്? സ്വാലോ ഹോൾസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സിങ്ക് ഹോൾ എന്ന് പറയുന്നത്? ഈ സിങ്ക് ഹോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സിങ്കുകൾ ഉണ്ടല്ലോ, പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സിങ്ക്, അതൊന്ന് ജസ്റ്റ് മനസ്സിൽ കരുതിയിരുന്നാൽ മതി. ചുണ്ണാമ്പ് കല്ല് അഥവാ കാസ്റ്റ് പ്രദേശങ്ങളിൽ സിങ്ക് ഹോളുകൾ സർവ്വസാധാരണമാണ്. മുകൾ ഭാഗം ഏറെക്കുറെ വൃത്താകൃതിയിലും താഴേക്ക് ചോർപ്പിന്റെ ആകൃതിയിലും ഒരു ഫണൽ ഷേപ്പ്, അതായത് നമ്മുടെ ഈ സിങ്കിന്റെ താഴെയായിട്ട് ഒരു ഫണൽ ഷേപ്പ് വരുമല്ലോ, അങ്ങനെ ഓർത്താൽ മതി. മുകൾ ഭാഗം വലിയ വിസ്തൃതിയിലുള്ളതും താഴേക്ക് ചോപ്പിന്റെ ആകൃതിയുമുള്ള കുഴിഞ്ഞ പ്രദേശമാണ് സിങ്ക് ഹോൾ എന്നറിയപ്പെടുന്നത്. സിങ്ക് ഹോൾ അഥവാ അവതലന കുഴി എന്ന് പറയും. ഈ സിങ്ക് ഹോളിന്റെ വേറൊരു പേരെന്താണ്? അവതലന കുഴി എന്ന് പറയാറുണ്ട്. ഇനി ഈ സിങ്ക് ഹോളുകളിൽ ചിലത് പൂർണ്ണമായും ലയന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്നതാണ്, സൊല്യൂഷനിലൂടെ രൂപപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ രൂപപ്പെടുന്നതാണെങ്കിൽ സൊല്യൂഷൻ സിങ്കുകൾ എന്നാണ് പറയുന്നത്. എന്താ? സൊല്യൂഷൻ സിങ്കുകൾ എന്നാണ് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ അലിയൽ പ്രക്രിയയിൽ തുടങ്ങുന്ന സിങ്ക് ഹോളുകളുടെ അടിഭാഗം ഭൂഗർഭ ഗുഹകളുടെയോ ഭൂഗർഭ അറകളുടെ മേൽക്കൂര റൂഫായിട്ട് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവ എന്ത് ചെയ്യും? തകർന്നടിയും. ഇവ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ വിസ്തൃതമായ കുഴികളാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്നതിനെ കൊളാപ്സ് സിങ്ക്, അതായത് പൊട്ടിപ്പൊളിഞ്ഞു വരുവാണല്ലോ, അതിന്റെ റൂഫ് പൊട്ടിപ്പൊളിഞ്ഞു വരുവാണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് കൊളാപ്സ് സിങ്ക്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് ഡോളൈൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ സിങ്കുകളാണ് അതായത് കൊളാപ്സ് സിങ്കുകളെക്കാട്ടിയും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നോക്കിക്കോ, സിങ്ക് ഹോളുകളും ഡൊളൈനുകളും പരസ്പരം കൂടിച്ചേർന്ന്, ഈ സിങ്ക് ഹോളാണെങ്കിലും ഡൊളൈൻസും എന്ത് ചെയ്യും? പരസ്പരം കൂടിച്ചേർന്ന് ഇടുങ്ങിയോ വിസ്തൃതമായ നീളത്തിലുള്ള കിടങ്ങുകൾ ഉണ്ടാകുന്നതിനെയാണ് വാല്യൂ സിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് പറയും? ഉവാലാസ് എന്ന് പറയും. വാല്യൂ സിങ്സ് അല്ലെങ്കിൽ ഉവാലാസ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. കുഴികളും കിടങ്ങുകളും കാഴ്ന്നിറക്കപ്പെടുന്നതിലൂടെ അങ്ങിങ്ങ് എഴുന്നു നിൽക്കുന്ന ഒറ്റപ്പെട്ട ഭാഗങ്ങളും ചാലുകളും വരമ്പുകളും, ഇങ്ങനെയാണ് അതിനെ എന്തെന്നാണ്? ലാപ്പീസ് എന്നാണ് പറയുന്നത്. ഈ ലാപ്പീസ് എന്ത് ചെയ്യും? കുറെ കാലം കഴിയുമ്പോൾ കുറച്ചുകൂടി എന്തായിട്ട് മാറും? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതലമായിട്ട് മാറും. നമ്മുടെ നടപ്പാതയൊക്കെ പോലെ എന്തായിട്ട് മാറും? വളരെ സോഫ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ നിരപ്പായി ഒരു ചുണ്ണാമ്പ് ശിലാ പ്രതലങ്ങളായിട്ട് മാറും. ഇതിനെയാണ് ലൈംസ്റ്റോൺ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ലൈംസ്റ്റോൺ പേയ്മെന്റ്, ചുണ്ണാമ്പ് ശില പ്രതലങ്ങൾ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാനുള്ളത് ഗുഹകളാണ്, കേവ്സ്. അതായത് ഈ എന്താ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ വരുന്നതാണ് ഗുഹകൾ എന്ന് പറയുന്നത്. ചുണ്ണാമ്പ് കല്ല് അഥവാ ഡോളമൈറ്റ് മറ്റു ശിലകളുമായി ഇടവിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ, മറ്റു ശിലകൾ എന്ന് പറയുമ്പോൾ ഷെയിലോ മണൽക്കല്ലോ കോൾസൈറ്റ് ആവും. ഇതിലിങ്ങനെ ഇടവിട്ട് എന്ത് ഉണ്ടാവും? ചുണ്ണാമ്പ് കല്ല് അഥവാ ഡോളമൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ കൂടുതൽ സാന്ദ്രതയിലും വലിയ അളവിലും കനത്ത പാളികളായും കാണപ്പെടുന്ന ഇടങ്ങളിലുമാണ് ഗുഹാരൂപീകരണം കൂടുതലായി നടക്കുന്നത്. നീർച്ചാലുകൾ പുറത്തേക്ക് ഒഴുകുന്ന കവാടങ്ങൾ ഗുഹകളുടെ സവിശേഷതയാണ്. രണ്ട് വശങ്ങളിലും രണ്ട് വശങ്ങളിലും കവാടങ്ങളുള്ള ഗുഹകളെ ടണൽസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ചുണ്ണാമ്പ് കല്ല് ഡോളമൈറ്റ് ഒക്കെ എന്ത് ചെയ്യും? ക്രമേണ പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇതുപോലൊരു ഗുഹയായിട്ട് മാറും. ഈ ഗുഹയിൽ തന്നെ നമുക്കിപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ രണ്ട് വശത്തും ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഗുഹയായിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ടണൽ എന്ന് വിളിക്കും. ടണൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞത് എന്തായിരുന്നു? ഇറോഷണൽ ലാൻഡ് ഫോംസുകളായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രൗണ്ട് വാട്ടറിന്റെ തന്നെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം, നിക്ഷേപണ ഭൂരൂപങ്ങളാണ് നോക്കേണ്ടത്. അത് ഇഷ്ടമാതിരി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാലക്ടൈറ്റ് ആണെങ്കിലും സ്റ്റാലക്മൈറ്റ് ആണെങ്കിലും പില്ലേഴ്സ് ആണെങ്കിലും നന്നായി ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്, സ്തംഭങ്ങൾ. ഇത് നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ് സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വളരെ വളരെ വ്യക്തമായി കോഡോടുകൂടി തന്നെ പഠിക്കാം. നോക്കൂ, ആദ്യതാണ് സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത വ്യാസമുള്ള സൂചിയാഗ്ര രൂപങ്ങളായി സ്റ്റാലക്ടൈറ്റുകൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. പൊതുവെ വിശാലമായ ചുവടുഭാഗത്ത് നിന്നും സ്വതന്ത്ര അഗ്രത്തിലേക്ക് കൂർത്തു വരുന്നതുമായ സ്റ്റാലക്ടൈറ്റുകൾ വിവിധ രൂപങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റാലക്മൈറ്റുകൾ എന്ന് നോക്കാം. ഗുഹകളുടെ അടിത്തറയിൽ നിന്ന് എഴുന്നു നിൽക്കുന്നു. ഗുഹയുടെ മേൽഭാഗത്ത് നിന്നോ സ്റ്റാലക്ടൈറ്റുകൾ നേർത്ത നാളികളിലൂടെ ഇറ്റിറ്റു വീഴുന്ന ജലത്തിൽ നിന്നാണ് അതിന് നേരെ താഴെയായി എന്ത് രൂപപ്പെടുന്നത്? സ്റ്റാലക്മൈറ്റുകൾ രൂപപ്പെടുന്നത്. ഇനി എന്താണ് പില്ലേഴ്സ് എന്ന് നോക്കാം. നോക്കിക്കേ, സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലക്മൈറ്റുകളും ക്രമേണ എന്ത് ചെയ്യും? പരസ്പരം കൂടിച്ചേർന്നിട്ട് വ്യത്യസ്ത വ്യാസത്തിലുള്ള സ്തംഭങ്ങളായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ ഞാൻ നേരെ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗുഹയ്ക്കുള്ളിൽ ഈ താഴേക്ക് ഇങ്ങനെ സൂചിയുടെ അഗ്രത്തിൽ രൂപപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? താഴേക്ക് ടി. കണ്ടോ? താഴേക്ക് ടി. അതാണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് ഇറ്റിറ്റിറ്റ് വീണിട്ട് ഇതെന്ത് ചെയ്യും? മുകളിലോട്ട് മുകളിലോട്ട് എം, സ്റ്റാലക്മൈറ്റ്. ഇനി ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കണക്ട് ചെയ്യത്തില്ലേ? അങ്ങനെ കണക്ട് ചെയ്യുന്ന എന്തായിട്ട് മാറും? രണ്ടും കൂടി കണക്ട് ചെയ്ത് പില്ലേഴ്സ് ആയിട്ട് മാറും. ഇവ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് പില്ലേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ സ്റ്റാലക്ടൈറ്റ് താഴോട്ട്, സ്റ്റാലക്മൈറ്റ് മുകളിലോട്ട്, ഇവ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? പില്ലേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഡിപ്പോസിഷണലാണോ അതുമാതിരി തന്നെ ഇറോഷണൽ ആണോ എന്നുള്ളതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാറുണ്ട്. ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഏതിൻ്റെ? ഗ്രൗണ്ട് വാട്ടറിന്റെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണെന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നോക്കുന്നത് ഗ്ലേസിയേഴ്സ് ആണ്, ഹിമാനികൾ. ഗ്ലേസിയേഴ്സ് എന്താണെന്ന് നോക്കാം. കരയ്ക്ക് മുകളിലൂടെ പാളികളായും, അതായത് കരയ്ക്ക് മുകളിലൂടെ പാളികളായിട്ട് പോകുന്നതാണെങ്കിൽ വൻകര ഹിമാനി അഥവാ ഗിരിപാത ഹിമാനി എന്ന് പറയും. കരയ്ക്ക് മുകളിലൂടെ പാളികളായും പർവ്വതച്ചെരുവിലെ വിശാല താഴ്വരയിലൂടെ രേഖീയമായി ഒഴുകുന്നത്, അങ്ങനെ പർവ്വതച്ചെരുവിലൂടെ രേഖീയമായി ഒഴുകുന്നതാണെങ്കിൽ അത് പർവ്വത ഹിമാനി അല്ലെങ്കിൽ താഴ്വര ഹിമാനി എന്ന് പറയും. അപ്പോൾ വൻകര ഹിമാനി അഥവാ ഗിരിപാത ഹിമാനി എന്ന് പറയുന്ന ഒരെണ്ണം. പർവ്വതച്ചെരുവിലാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? പർവ്വത ഹിമാനി അല്ലെങ്കിൽ താഴ്വര ഹിമാനി എന്ന്. ഹിമപിണ്ഡമാണ് ഹിമാനികൾ. ഇതെന്ന് വെച്ചാൽ ഒരു വലിയ മാസമാണല്ലേ, ഐസിന്റെ വലിയൊരു മാസമാണ് ഗ്ലേസിയർ എന്ന് പറയുന്നത്, ഹിമാനി എന്ന് പറയുന്നത്. ജലം ഒഴുകുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഹിമാനികൾ താരതമ്യേന വളരെ സാവധാനത്തിലാണ് ചലിക്കുന്നത്. ജലത്തിന്റെ അതേ സ്പീഡിൽ എന്ത് ചെയ്യുന്നില്ല? ഇത് പോകുന്നില്ല, വളരെ സാവധാനത്തിലാണ് പോകുന്നത്. കാര്യം എത്രയും മാസമുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് പോകുന്നത്. പ്രതിദിനം ഏതാനും സെന്റിമീറ്റർ മുതൽ ഏതാനും മീറ്റർ വരെയാണ്. അപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് സെന്റിമീറ്ററോ അല്ലെങ്കിൽ കുറച്ച് മീറ്റർ വരെ എന്ത് മൂവ് ചെയ്യുന്നുള്ളൂ? ഈ ഹിമാനി നമ്മുടെ ജലം പോലെ എന്ത് ചെയ്യുന്നില്ല? വേഗത്തിൽ എളുപ്പത്തിൽ ഇത് മൂവ് ചെയ്യുന്നില്ല. ഹിമാനികൾ ചലിക്കുന്നത് പ്രധാനമായി ഭൂഗുരുത്വാകർഷണ ബലം നിമിത്തമാണ്. അത് ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് എന്ത് ചലിക്കുന്നത്? ഹിമാനികൾ ചലിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇതിന്റെ തന്നെ അപരദന ഭൂരൂപങ്ങൾ ഏതെന്ന് നോക്കാം. ഇതിന്റെ അപരദനം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇറോഷണൽ ലാൻഡ് ഫോം, അതായത് നമ്മുടെ ഹിമാനിയുടെ തന്നെ ഇറോഷണൽ ലാൻഡ് ഫോം ഏതെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് സിർക്ക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വരുന്നത് സിർക്ക്. രണ്ടാമത്തേതാണ് ഹോണുകളും സെറേറ്റഡ് റിഡ്ജസും, ഹോൺസ് ആൻഡ് സെറേറ്റഡ് റിഡ്ജസും. മൂന്നാണ് ഹിമാനീകൃത താഴ്വരകൾ, ഗ്ലേസിയേറ്റഡ് വാല്യൂസ് ആൻഡ് ട്രഫ്സ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നിനും തന്നെ നമുക്ക് വ്യക്തമായി പിക്ചർ നോക്കി പഠിക്കാം. ആദ്യത്തെ സിർക്ക്, രണ്ടാമത്തേത് ഹോണുകൾ ആൻഡ് സെറേറ്റഡ് റിഡ്ജസ്, ഹോൺസ് ആൻഡ് സെറേറ്റഡ് റിഡ്ജസ്, ഹിമാനീകൃത താഴ്വര, ഗ്ലേസിയേറ്റഡ് വാല്യൂസ് അല്ലെങ്കിൽ ട്രഫ്. ഇതാണ് ഇതിലെ അപരദന ഭൂരൂപങ്ങൾ, ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതിൻ്റെ?
ഗ്ലേസിയേഴ്സിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കാം, ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ തന്നെ ഏകദേശം നമുക്ക് എല്ലാം കിട്ടും. ഇതാണ് സിർക്ക് എന്ന് പറയുന്നത്, ഇതാണ് സിർക്ക്, ഇതാണ് ഹോൺ എന്ന് പറയുന്നത്, ഇതാണ് ടാൻ ലേക്ക് എന്ന് പറയുന്നത്, ഇതാണ് എയ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഇത് ഗ്ലേസിയൽ ട്രഫാണ്. ഇനി ഇതിൽ തന്നെ ഒരുപാട് ഹാങ്ങിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഹാങ്ങിങ് കണ്ടോ, ഇതെല്ലാം ഹാങ്ങിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് സിർക്ക് എന്ന് പറയുന്നത്. ഹിമാവൃത പർവ്വതങ്ങളിലെ ഭൂരൂപങ്ങളിൽ സർവ്വസാധാരണമാണ് സിർക്കുകൾ. സിർക്കുകൾ പൊതുവെ ഹിമതാഴ്വരയുടെ ഉപരിഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്. ഏത് ഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്? ഉപരിഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്. പർവ്വത മുകളിൽ നിന്നും താഴ്വരത്തേക്ക് നീങ്ങുന്ന ഹിമാനികൾ ചരിവുകളെ കാർന്നെടുക്കുന്നതിലൂടെയാണ് സിർക്കുകൾ രൂപപ്പെടുന്നത്. അതായത് പർവ്വത മുകളിൽ നിന്നും താഴേക്ക് നീങ്ങുന്ന ഗ്ലേസിയർ. ഈ ഗ്ലേസിയർ എന്ന് പറയുന്നത് അത്യാവശ്യം മാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ അല്പം മീറ്ററോ അല്ലെങ്കിൽ സെന്റിമീറ്റർ മാത്രം മൂവ് ചെയ്യുന്നതാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. ഈ ഹിമാനികൾ ചരിവുകളുടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർന്നെടുക്കും. ആ ഏരിയ കാർന്നെടുക്കുന്നതിലെയാണ് സിർക്കുകൾ രൂപപ്പെടുന്നത്. കിഴുക്കാൻകുത്തായ ഭിത്തികളോടുകൂടിയ അഗാധവും ദീർഘവും വിസ്തൃതവുമായ അവതല ആകൃതിയിലുള്ള തടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സിർക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്കേ, ഇതാണ് സിർക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഹിമാനി ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളെ എന്ത് ചെയ്യും? അത് കാർന്നെടുത്ത് പോകും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിർക്കുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സിർക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഈ സിർക്കുകളിൽ തന്നെ ഇനി അടുത്തതാണ് നമ്മുടെ ഹോൺ ആൻഡ് സെറേറ്റഡ് റിഡ്ജസ് എന്ന് പറയുന്നത്. ഹോണുകളും സെറേറ്റഡ് റിഡ്ജുകളും. സിർക്കുകൾക്കുണ്ടാകുന്ന ശീർഷതല അപരദനത്തിലൂടെയാണ് ഹോണുകൾ ഉണ്ടാകുന്നത്. ഒരു കൊടുമുടിയെ ചുറ്റിയുള്ള 3 അതിലധികം സിർക്കുകൾക്ക് ഇത്തരത്തിലുള്ള ശീർഷതല അപരദനം ഉണ്ടാകുന്നതിന്റെ ഫലമായി അവ പരസ്പരം കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന ഉയർന്നതും മൂർച്ചയേറിയും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയമായ കൊടുമുടിയാണ് എന്ന് പറയുന്നത് ഹോൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മൗണ്ട് എവറസ്റ്റ്, ഹിമാലയത്തിലെ മൗണ്ട് എവറസ്റ്റും ഒരു ഹോണിന് എക്സാമ്പിളാണ്. അപ്പൊ എന്താണ് ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരു സിർക്കിന് ചുറ്റും ഇതെന്ത് ചെയ്യും? സിർക്കുകൾക്ക് ചുറ്റും അപരദനം കൂടുമ്പോൾ ഇതിങ്ങനെ അഗ്രം ഇങ്ങനെ വളരെ കൂർപ്പിച്ചൊരു രൂപമായിട്ട് മാറും. അതാണ് ഹോൺ എന്ന്. കൊമ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് തന്നെ ഇതെന്ത് ചെയ്യും? അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സിർക്കുകൾ വളരെ രീതിയിലുള്ള ഒരു അപരദനം നടക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? വളരെ കൂർപ്പിച്ചൊരു അഗ്രമായിട്ട് മാറും. ഇതിനെയാണ് ഹോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മൗണ്ട് എവറസ്റ്റും ഒരു ഹോണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിൽ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സിർക്കുകൾക്കിടയിലെ പാർശ്വശീർഷ ഭിത്തികൾ കൂടുതൽ അപരദനത്തിലൂടെ നേർത്തു വരുന്നതിന്റെ ഫലമായി എയ്റേറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നതും ഈർച്ചവാൾ മുനകൾക്ക് സമാനമായ മലനിരകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വളരെ എയ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂർത്തായിട്ടൊരു വരമ്പ് ഇങ്ങനെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എയ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹോൺസ് എന്ന് നോക്കി, എന്താണ് സിർക്ക് എന്ന് നോക്കി. ഇനി ഈ സിർക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള എന്ത് ചെയ്യും? ഗ്ലേസിയർ എന്ത് ചെയ്യും? ചിലപ്പോൾ അവിടെ ഊരിക്ക് തീർന്നിട്ട് അവിടെ ചെറിയ ലേക്കായിട്ട് മാറും. അതാണ് ടാൻ ലേക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. സിർക്ക് ലേക്സ് അല്ലെങ്കിൽ ടാൻ ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയറേറ്റ്സ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഹോൺസ് ആൻഡ് സെറേറ്റഡ് റിഡ്ജസ്, എയറേറ്റ്സ്. ഇനി എന്താണ് ഗ്ലേസിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ ട്രഫ് എന്ന് പറയുന്നത്? ചെങ്കുത്തായ വശങ്ങളോട് താരതമ്യേന മിനുസമാർന്ന വിശാല അടിത്തറയോടും കൂടിയ യു രൂപത്തിലുള്ള തടങ്ങളാണ് ഹിമാനീകൃത താഴ്വരകൾ എന്ന് പറയുന്നത്. അങ്ങിങ്ങായി ചിതറിക്കാണപ്പെടുന്ന ശിലാവശിഷ്ടങ്ങളും ഹിമാനീകൃത നിക്ഷേപങ്ങളും ഈ താഴ്വരകൾക്ക് ഒരു ചതുപ്പിന്റെ പരിവേഷം നൽകുന്നു. ഇത്തരം താഴ്വരകളുടെ ശിലാപ്രതങ്ങളിലോ ശിലാവശിഷ്ടങ്ങൾക്കുള്ളയോ തടാകങ്ങൾ രൂപപ്പെടാറുണ്ട്. ഗ്ലേസിയേറ്റഡ് വാല്യൂസ് അല്ലെങ്കിൽ ട്രഫ് എന്നുള്ളത് നോക്കാം. പ്രധാന ഹിമാലയ താഴ്വരകളുടെ വശങ്ങളിൽ ഒരു നിശ്ചിത ഉയരത്തിൽ തൂക്ക് താഴ്വരകൾ രൂപപ്പെടുന്നു. ഞാൻ നേരത്തെ ഹാങ്ങിങ് വാല്യൂസ് പിക്ചറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തൂക്ക് പാലം എന്നൊക്കെ പറയാം. അതായത് മെയിൻ വാല്യൂവിനെ ഇങ്ങനെ തൂക്ക് മാതിരി ഇങ്ങനെ രണ്ട് സൈഡിൽ വരുന്നതാണ്. ഇപ്പൊ രണ്ട് സൈഡുകളിലും അത് ഉണ്ടാവും. അതിനെയാണ് ഹാങ്ങിങ് വാല്യൂസ് എന്ന് പറയുന്നത്. സമുദ്രതീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന വളരെ ആഴമുള്ള ഹിമാലയ താഴ്വരകളിൽ കടൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. അതായത് സമുദ്രതീരത്ത് ചേർന്ന് രൂപപ്പെടുന്ന ആഴമേറിയ ഹിമാനീയ അതായത് ഗ്ലേസിയർ വാല്യൂസിൽ എന്ത് ചെയ്യും? കടൽ വെള്ളം കയറി കെട്ടി നിൽക്കാറുണ്ട്. ഇത്തരം ഹിമാനീയ താഴ്വരകളെ എന്തെന്ന് പറയും? ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ് എന്ന് പറയും. അപ്പോൾ ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സീ വാട്ടറിന്റെ ഇറോഷണൽ അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? ഗ്ലേസിയേഴ്സിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഫിജോർഡ്സ് അഥവാ ഫിയോർഡുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ തന്നെ നിക്ഷേപണ അതായത് ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആണ് നോക്കാനുള്ളത്. ഇതിൽ തന്നെ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസിൽ ആദ്യം വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മൊറൈൻസ്. മൊറൈൻസ്. രണ്ടാമത്തേതാണ് എസ്കേഴ്സ്. മൂന്നാമത്തേതാണ് ഔട്ട് വാഷ് പ്ലെയിൻസും നാലാമത്തേതാണ് ഡ്രംലിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും എന്താണ് ഇതിന്റെ നിക്ഷേപണ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസുകളാണ്.
ആദ്യം നമുക്ക് ഹിമാനികൾ ഉരുകുന്നതിന്റെ ഫലമായി ചെറുതും വലുതുമായ ശിലാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഹിമാനികൾ ഒഴുകി ഒഴുകി ഇങ്ങനെ പതിയെ, ഒഴുകി എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ ഇങ്ങനെ സാവധാനം മൂവ് ചെയ്ത് പോകുമ്പോൾ ഇത് ഉരുകാൻ തുടങ്ങും. ഈ ഉരുകിയതിന് ശേഷം ഇതിൽ ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്? അവശിഷ്ടമായിട്ട് ശിലാവശിഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട്. വലുതാവാം, ചെറുതാവാം. ഇവയെ എന്തെന്നാ പറയുന്നത്? ഗ്ലേഷ്യൽ ടിൽ എന്നാണ് വിളിക്കുന്നത്. ഇവയെ ഗ്ലേഷ്യൽ ടിൽ എന്നാണ്. അതായത് ഹിമാനി ഉരുകിയതിന് ശേഷം അവിടെ കാണുന്ന ശിലാവശിഷ്ടങ്ങൾ, ചെറുതും വലുതുമായ ശിലാവശിഷ്ടങ്ങളെ നമ്മൾ ഗ്ലേഷ്യൽ ടിൽ എന്നാണ് വിളിക്കുന്നത്. മഞ്ഞുരുകുന്നതിന്റെ ഫലമായി ഹിമാനികളുടെ അടിഭാഗത്തോ വശങ്ങളിലോ നീർച്ചാലുകൾ രൂപപ്പെടുന്നുണ്ട്. മഞ്ഞുരുകുന്നുണ്ട് അല്ലെ, ഹിമാനി എന്ന് പറയുമ്പോൾ മഞ്ഞാണ്. ഇതിന്റെ ഫലമായിട്ട് അടിഭാഗത്തോ വശങ്ങളിലോ നീർച്ചാലുകൾ രൂപപ്പെടുന്നു. ഈ നീർച്ചാലുകൾ ചെറിയ തോതിലുള്ള ശിലാവശിഷ്ടങ്ങളെ താഴേക്ക് ഒഴുകി കൊണ്ടുപോവുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഹിമനദി നിക്ഷേപങ്ങളെയാണ് ഔട്ട്വാഷ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഔട്ട്വാഷ് പ്ലെയിൻസ് എന്നല്ല, ഔട്ട്വാഷ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി, ഗ്ലേഷ്യൽ ടിൽസും ഔട്ട്വാഷ് ഡിപ്പോസിറ്റ്സും. ഓക്കെ, ഇനി ആദ്യം നമ്മൾ നോക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? മൊറൈൻസ്. എന്താണ് മൊറൈൻസ് എന്ന് നോക്കാം. ഹിമാനി ഉരുകും, അറിയാലോ, ഹിമാനി കുറെ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഉരുകും. ഇതിന്റെ ഫലമായി നിക്ഷേപിക്കപ്പെടുന്ന ശിലാവശിഷ്ടങ്ങൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നോക്കി, അതാണ് ഗ്ലേഷ്യൽ ടിൽ. ഇത് നിക്ഷേപിച്ചുണ്ടാകുന്ന നീണ്ട വരമ്പുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഹിമാനി ഉരുകിയതിന് ശേഷം, അതായത് ഗ്ലേസിയർ ഉരുകിയതിന് ശേഷം അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ശിലാവശിഷ്ടങ്ങൾ ഗ്ലേഷ്യൽ ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിക്ഷേപിച്ചുണ്ടാകുന്ന നീണ്ട വരമ്പുകൾ പോലെയുള്ള സ്ഥലം, അതിനെയാണ് മൊറൈൻ എന്ന് വിളിക്കുന്നത്. ഈ മൊറൈൻ്റെ തന്നെ ഈ നിക്ഷേപങ്ങൾ, അതായത് ഈ നിക്ഷേപത്തിൽ തന്നെ നമ്മൾ ഹിമാനിയുടെ പാദഭാഗത്തുണ്ടാകുന്നതിനാണെങ്കിലും അതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, ഇപ്പോൾ ഹിമാനി ഒഴുകി വരുമ്പോൾ അതിൻ്റെ പാദഭാഗത്താണെങ്കിൽ അതിനെ നമ്മൾ ടെർമിനൽ, അല്ലെ, അതിൻ്റെ ഏറ്റവും ടെർമിനൽ പോർഷനിൽ വരുന്നതാണെങ്കിൽ അതിനെ ടെർമിനൽ മൊറൈൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ടെർമിനൽ മൊറൈൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എന്താണ് മൊറൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാനി ഉരുകി കഴിയുമ്പോൾ, ഗ്ലേസിയർ ഉരുകി കഴിയുമ്പോൾ അതിലുണ്ടായിരുന്ന ശിലാവശിഷ്ടങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള ശിലാവശിഷ്ടങ്ങൾ വരമ്പുകളായിട്ട് രൂപപ്പെടും. അപ്പോൾ ഈ ഹിമാനി ഉരുകി വന്നു, അതിൻ്റെ ടെർമിനൽ ഏരിയയിലാണ്, ടെർമിനൽ പോർഷനിലാണ് ഇങ്ങനെ ഒരു വരമ്പ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ ടെർമിനൽ മൊറൈൻസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൽ തന്നെ ലാറ്ററൽ മൊറൈൻ എന്താണെന്നുള്ളതാണ്. ഹിമാനിയ താഴ്വരകളുടെ വശങ്ങളിൽ രൂപം കൊള്ളുന്ന നിക്ഷേപങ്ങളെ ലാറ്ററൽ മൊറൈനുകൾ എന്ന് പറയുന്നു. ഇവ ടെർമിനൽ മൊറൈനുകളുമായി ചേർന്ന് കുതിരലാടത്തിന്റെ ആകൃതി കൈവരിക്കുന്നു. ഒരു ഹിമാനിയ താഴ്വരയുടെ ഇരുവശങ്ങളിലുമായി അനേകം ലാറ്ററൽ മൊറൈനുകൾ രൂപപ്പെടുന്നുണ്ട്. ഹിമനദികൾ ഹിമാനികളുടെ ഇരുവശങ്ങളിലേക്കും തള്ളിവിടുന്ന വസ്തുക്കളാണ് ഇത്തരം മൊറൈനുകൾ അതായത് ഹിമനദികൾ അല്ലെങ്കിൽ ഹിമാനിയുടെ രണ്ട് വശത്തേക്ക്, ലാറ്ററൽ സൈഡിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഈ തള്ളിവിടുന്ന വസ്തുക്കളാണ് ഇത്തരം ഒരു വരമ്പായിട്ട് മാറുന്ന, അതാണ് ലാറ്ററൽ മൊറൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടെർമിനൽ ഏരിയയിലാണെങ്കിൽ അത് ടെർമിനൽ മൊറൈൻസും, ലാറ്ററൽ സൈഡിലാണെങ്കിൽ അത് ലാറ്ററൽ മൊറൈൻസുമാണ്. ഇനി എന്താണ് ഗ്രൗണ്ട് മൊറൈൻസും എന്താണ് മീഡിയൽ മൊറൈൻസ് എന്നുള്ളത് നോക്കാം. എന്താണ് ഗ്രൗണ്ട് മൊറൈൻസും എന്താണ് മീഡിയൽ മൊറൈൻസും എന്നുള്ളത് നോക്കാം. പല താഴ്വര ഹിമാനികളും വളരെ വേഗത്തിൽ പിൻവാങ്ങാറുണ്ട്. ശിലാപദാർത്ഥങ്ങളുടെ ചില നിക്ഷേപങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവ പിൻവാങ്ങുന്നത്. കനത്തിലും ആകൃതിയിലും വൈവിധ്യം പുലർത്തുന്ന ക്രമരഹിതമായ ഇത്തരം നിക്ഷേപങ്ങളെയാണ് ഗ്രൗണ്ട് മൊറൈനുകൾ എന്ന് പറയുന്നത്. എന്താ? ഇത്തരം നിക്ഷേപങ്ങൾ, അതായത് കനത്തിലും ആകൃതിയിലും വൈവിധ്യം പുലർത്തുന്ന ക്രമരഹിതമായ ഇത്തരം നിക്ഷേപങ്ങളെയാണ് ഗ്രൗണ്ട് മൊറൈനുകൾ എന്ന് വിളിക്കുന്നത്. ഹിമാനിയ താഴ്വരയുടെ മധ്യഭാഗത്തായിട്ട് ലാറ്ററൽ മൊറൈനുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഏതെന്ന് പറയുന്നത്? മീഡിയൽ മൊറൈൻസ് എന്ന് പറയുന്നത്. ഹിമാനിയ താഴ്വരയുടെ മധ്യഭാഗത്തായിട്ട് ലാറ്ററൽ മൊറൈനുകൾ, രണ്ട് സൈഡിലുള്ള ലാറ്ററൽ മൊറൈനുകൾ കൂടിച്ചേരുന്നതിനെയാണ് മീഡിയൽ മൊറൈൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, അതായത് ഈ ലാറ്ററൽ മൊറൈൻ എന്ന് പറയുന്നത്, മീഡിയൽ മൊറൈൻ എന്ന് പറയുന്നത് നോക്കാം. ഇതാണ് ടെർമിനൽ മൊറൈൻ, അതായത് ടെർമിനൽ പോർഷനിൽ വരുന്നത്. ഇനി ഇതാണ് ലാറ്ററൽ മൊറൈൻ, രണ്ട് സൈഡിലുള്ളതാണ് ലാറ്ററൽ മൊറൈൻ. ഇനി ഇതിന് നടുക്ക് ഭാഗത്ത് വരുന്നതാണ് ഗ്രൗണ്ട് മൊറൈൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഉണ്ടോ മീഡിയൽ ഏരിയയിൽ വരുന്നതാണ് മീഡിയൽ മൊറൈൻ എന്ന് വരുന്നത്. അപ്പോൾ അതായത് ഈ കാണുന്നത് ഐസ് മെൽറ്റിന് മുന്നെയാണ്, ഐസ് മെൽറ്റിന് ശേഷമാണ് ഇതെല്ലാം കൂടി ശിലാവശിഷ്ടങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന മൊറൈനുകൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഇനി എസ്കേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൊറൈൻസ് നോക്കി. മൊറൈൻസിൽ തന്നെ എന്താണ്? ടെർമിനൽ മൊറൈൻസ് ഉണ്ട്, ലാറ്ററൽ മൊറൈൻസ് ഉണ്ട്, ഗ്രൗണ്ട് മൊറൈൻസ് ഉണ്ട്, മീഡിയൽ മൊറൈൻസ് ഉണ്ട്. ഈ ഗ്രൗണ്ട് മൊറൈൻസ് മീഡിയൽ മൊറൈൻസും കൂടെ തമ്മിൽ നമുക്ക് ചില സമയം മനസ്സിലാക്കാൻ പറ്റാതെ വരും കേട്ടോ. ഇത് എവിടെയാണ്, ഏതാണ് മീഡിയൽ, ഏതാണ് ഗ്രൗണ്ട് മൊറൈൻസ് ഉള്ളത് മനസ്സിലാക്കാതെ വരും. രണ്ടാമത്തേതാണ് എസ്കേഴ്സ് എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് ഹിമാനികൾ ഉരുകുന്നുണ്ട്. ഉരുകിയ ജലം മഞ്ഞുകട്ടകളുടെ മുകളിലൂടെ ഒഴുകുകയോ പാർശ്വങ്ങളിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുകയോ അല്ലെങ്കിൽ മഞ്ഞുകട്ടകളുടെ തന്നെ സുഷിരങ്ങളിലൂടെ ഒഴുകുകയോ ചെയ്യുന്നു. ഈ ജലം മഞ്ഞുകട്ടകൾക്ക് അടിയിലൂടെ നീർച്ചാലായിട്ട് ഒഴുകും.
ഈ നീർച്ചാലുകൾ ഒഴുകുമ്പോൾ അതിന്റെ തീരങ്ങളിൽ മഞ്ഞുകട്ടകൾ ഉണ്ടാകുന്നു. പരിക്കൻ കല്ലുകളും പാറക്കഷ്ണങ്ങളും ചെറിയ വലുപ്പത്തിലുള്ള ശിലാവശിഷ്ടങ്ങളും ഈ നീർച്ചാലിൽ എത്തിച്ചേരുകയും ഹിമാനിയുടെ അടിയിലെ താഴ്വരയിലൂടെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞ് പൂർണ്ണമായി ഉരുകുമ്പോൾ വക്രഗതിയിലുള്ള ഒരു വരമ്പ് കാണപ്പെടുന്നു. ഇതിനെയാണ് എസ്കർ എന്ന് പറയുന്നത്. മഞ്ഞ് പൂർണ്ണമായി ഉരുകി തീരുമ്പോൾ വക്രഗതിയിലുള്ള എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു വരമ്പ് കാണാം. ഇതിനെയാണ് എസ്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇതാണ് എസ്കർ എന്ന് പറയുന്നത്. ഒരു വരമ്പ് പോലെ മഞ്ഞ് പൂർണ്ണമായി ഉരുകി തീരുമ്പോൾ രൂപപ്പെടുന്നതാണ് എസ്കർ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. എന്താണ് ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് പറയുന്നത്? ഹിമാവൃത പർവ്വതങ്ങളുടെ അടിഭാഗത്തുള്ള സമതലങ്ങളും വൻകര ഹിമാനികളുടെ അതിർവരമ്പിന് പുറത്തുള്ള സമതലങ്ങളും ഹിമജല പ്രവാഹങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളാൽ നിറയാറുണ്ട്. ഈ എക്കൽ കൂമ്പാരങ്ങളിൽ ചരലുണ്ടാവും, മണ്ണുണ്ടാവും, നേർത്ത മഞ്ഞുള്ള തരികളുണ്ടാവും, കളിമണ്ണ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവ കൂടിച്ചേർന്ന് എക്കൽ സമതലങ്ങൾ രൂപപ്പെടുത്താറുണ്ട്. ഇതിനെയാണ് ഔട്ട് വാഷ് സമതലങ്ങൾ, എക്കൽ സമതലങ്ങൾ. അതായത് സെഡിമെന്റ്സ് ആയിരിക്കും, അലൂവിയൽ സെഡിമെന്റ്സ് ആയിരിക്കും. അത് ഒരു പ്ലെയിൻ ആയിട്ട് മാറും. അതാണ് ഔട്ട് വാഷ് സമതലങ്ങൾ എന്ന് പറയുന്നത്, ഔട്ട് വാഷ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡ്രംലിൻസ് എന്ന് പറയുന്നത്? ഡ്രംലിൻസ് എന്ന് പറയുന്നത് ഹിമാനികൾ ഒഴുകിക്കൊണ്ടുവരുന്ന ശിലാപദാർത്ഥങ്ങൾ ചരലും മണലുമായി കൂടിച്ചേർന്ന് ആ ഒരു ഷേപ്പ് ശ്രദ്ധിക്കുക, ദീർഘവൃത്താകൃതിയിലുള്ള നിക്ഷേപ നിരകൾ ഉണ്ടാകുന്നു. ഇവയാണ് ഡ്രംലിനുകൾ എന്ന് പറയുന്നത്. ഹിമാനിയുടെ ചലനദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഡ്രംലിനുകൾ രൂപം കൊള്ളുന്നത്. ഏകദേശം 1 കിലോമീറ്റർ വരെ നീളവും 30 മീറ്ററോളം ഉയരവും ഇവയ്ക്കുണ്ടാവും. 1 കിലോമീറ്റർ വരെ നീളവും 30 മീറ്ററോളം ഉയരവും എന്തിനുണ്ടാവും? ഈ ദീർഘവൃത്താകൃതിയിലുള്ള നിക്ഷേപമായിട്ടുള്ള ഡ്രംലിൻസിന് വരാറുണ്ട്. ഹിമാനിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഡ്രംലിന്റെ ഭാഗത്തെ എന്തെന്ന് പറയും? സ്റ്റോസ് എന്ന് പറയും. എന്നാൽ ഇതിന്റെ മറ്റേ അഗ്രത്തിനെ എന്തെന്ന് പറയും? ടെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോസ് ഭാഗം ടെയിൽ ഭാഗത്തെ അപേക്ഷിച്ച് കൂടുതൽ ചെങ്കുത്തായിരിക്കും. ഹിമാനിയുടെ പിളർപ്പുകളിലൂടെ അവയുടെ അടിത്തട്ടിൽ ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത് മൂലമാണ് ഡ്രംലിനുകൾ ഉണ്ടാകുന്നത്. ഡ്രംലിനുകളുടെ ആകൃതി നോക്കിയാൽ ഹിമാനിയുടെ ചലനദിശ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഹിമാനിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണെങ്കിൽ അത് സ്റ്റോസും, മറ്റേതാണെങ്കിൽ ടെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹിമാനി എങ്ങനെയാണ്, ഐസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് സ്റ്റോസ് എൻഡും ഇതാണ് ലീ സ്ലോപ്പ് അല്ലെങ്കിൽ ടെയിൽ എൻഡ് എന്നും പറയുന്നത്. അപ്പോൾ ഇതാണ് ഡ്രംലിൻസ് എന്ന് പറയുന്നത്, നിക്ഷേപ ഭൂരൂപത്തിലെ ഡ്രംലിൻസ്. അപ്പം ഈ ഒരു ഇത്രയും, അതായത് നമ്മുടെ ഗ്ലേസിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തിൻ്റെയും ഇറോഷണൽ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അതിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് പഴയ SCERT ചാപ്റ്ററിൽ അധികമൊന്നുമില്ല, വളരെ ചെറുതായിട്ട് എന്താണ് സ്റ്റാലക്ടൈറ്റ്, എന്താണ് സ്റ്റാലഗ്മൈറ്റ്, പില്ലേഴ്സ് എന്നൊക്കെ വളരെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് വളരെ ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് SCERT +1 7ാമത്തെ ചാപ്റ്ററിലാണ്. അപ്പോൾ പഴയ SCERT 9ാമത്തെ ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് നന്നായിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ചോദിക്കുന്നത്, അതായത് ഏതാണ് ഡിപ്പോസിഷൻ ലാൻഡ് ഫോം, ഏതാണ് ഇറോഷൻ ലാൻഡ് ഫോം, അല്ലെങ്കിൽ നിക്ഷേപണ അപരദന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത്. അത് ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 2 ജിയോമോർഫിക് ഏജൻറ്റിൻ്റെയാണ് നോക്കിയത്. ഇനി ഒരു 2 എണ്ണവും കൂടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.